ഇന്ന് ഞാനിതെന്ത് കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ട് എന്നൊക്കെയാണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. ഇത് വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക് ടൈപ്പ് വാഷിംഗ് മെഷീനാണ് ഇത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. ഇത് നിങ്ങൾ നോക്കുക, വെർപൂളിൻ്റെ ഒരു വാഷിംഗ് മെഷീനാണ്. ഇത് ബോർഡ് ഫ്രണ്ട് പാനൽ ബോർഡാണ്. ഇത് നമ്മുടെ കപ്പാസിറ്റർ, ഇതിനകത്ത് വരുന്ന കപ്പാസിറ്ററാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ നിറക്കുന്ന ടാങ്കാണ് മറ്റേ കാണുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ 2-3 സ്ക്രൂ അയച്ചതിന് ശേഷം 4 സ്ക്രൂ അയച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് ശേഷം നമ്മൾ നോക്കുക, ഈ സാധനം ഒന്ന് അടച്ചെടുക്കാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ക്രൂ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതും കൂടി ഓപ്പൺ ചെയ്യാം. ഈ സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ 2 സൈഡിലും സ്ക്രൂ ഊരിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഈ കാണുന്നതാണ്, ഇത് വെള്ളത്തിൻ്റെ പ്രഷർ നോക്കാനുള്ള സാധനമാണ്. ഈ പൈപ്പ് ഉണ്ടല്ലോ, താഴെ നിന്ന് വെള്ളത്തിൻ്റെ പ്രഷർ നോക്കാനുള്ള സംഭവമാണ്. ഈ കണക്ട് ചെയ്തിരിക്കുന്നത് വെള്ളം നിറയുന്ന സമയത്ത് നമുക്ക് ഇതിന് മേലേക്ക് ഡയറക്റ്റ് കണക്റ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ച് ഉണ്ട്. അത് പ്രകാരമാണ് അത് വർക്ക്. ഈ സ്പ്രിങ് കണ്ടില്ലേ, ഇതാണ് ഇത് നിൽക്കുന്നത്. നമ്മളെ ഈ വാഷിംഗ് മെഷീൻ്റെ ബക്കറ്റ് പോലുള്ള സംഭവം ഉണ്ടല്ലോ, ഈ ബക്കറ്റ് പോലുള്ള ടാങ്ക് ആണ് സംഭവം നിൽക്കുന്നത്. ഈ കപ്പാസിറ്ററിലേക്ക് വരുന്ന 2 കണക്ഷൻ സാധാരണ മോട്ടറിനൊക്കെ ഉള്ളതുപോലെ തന്നെ കപ്പാസിറ്ററാണ്. പക്ഷേ അത്രയും ഹെവി ആയിട്ടുള്ള കപ്പാസിറ്റർ അല്ല ഇതിന് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മോട്ടറിലേക്കുള്ള കണക്ഷനാണ്. മോട്ടറിലേക്കുള്ള കണക്ഷൻ 3 കണക്ഷൻ. ഇത് നേരെ കപ്പാസിറ്റർ. ഇപ്പോൾ നമ്മളെ ഫാനിൻ്റെ ഒക്കെ വൈൻഡിങ്ങിൽ നിന്ന് 3 കണക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ 3 കണക്ഷൻ. മോട്ടറിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും റണ്ണിങ്ങും വൈൻഡിങ് വന്ന് കപ്പാസിറ്റർ. ഇതിപ്പോൾ ഇതിനകത്ത് ഉള്ള ടാങ്കാണ്. ഇത് ഈ സ്പ്രിങ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ ലോഡ് നിൽക്കുന്നത്. ഇതാ മോട്ടറാണ്, ഇതൊക്കെ ഊരിയാണ്. ഇത് മോട്ടറാണ്. മോട്ടറും ബെൽറ്റും കണ്ടില്ലേ, ഇത് രണ്ടും ഊരിയെടുത്തു. പുറത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ കണക്ഷൻ, മോട്ടറിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇതാ ഞാൻ പറഞ്ഞില്ലേ, 3 കണക്ഷൻ. ഇത് ആ കണക്ടറിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ മോട്ടറിൻ്റെ വൈൻഡിങ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കപ്പാസിറ്ററും ഇതേപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. നോർമൽ കപ്പാസിറ്റർ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ബെൽറ്റ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് കറങ്ങുന്നതൊക്കെ കുഴപ്പമുണ്ടോ, മെക്കാനിസമൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാ മോട്ടർ കണ്ടില്ലേ, ഇത് കുഴപ്പമൊന്നുമില്ല. അടുത്ത നമ്മൾ ഇതിൻ്റെ ഓരോ കണക്ഷനും കാര്യമൊക്കെ ശ്രദ്ധിച്ചു നോക്കി. ഇത് മെക്കാനിസമാണ്. ഇതിപ്പോൾ ബോർഡ് നമ്മൾ ഊരിയപ്പോൾ എലി ഇതൊക്കെ മുറിച്ചിട്ടുണ്ട് കണ്ടില്ലേ, കണക്ഷനൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും വയറിനും കളർ കോഡിങ് ഉണ്ട്. ആ കളർ കോഡിങ് അനുസരിച്ച് നിങ്ങൾ എല്ലാ വയറും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇത് വാൽവാണ്. ഇപ്പോൾ ജസ്റ്റ് കണ്ടത് വാൽവാണ്. ഇതാ കാണിക്കുക, വയർ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വാൽവാണ്, വെള്ളത്തിൻ്റെ പോക്കുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന വാൽവാണ്. ഇപ്പോൾ ഈ വയർ ഓരോന്നും കളർ കോഡിങ് അനുസരിച്ച് നമ്മൾ ഓരോന്നിനും അതിൻ്റേതായ വയർ ഓരോന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കളറായിരിക്കും. ഈ കാണുന്നത് അതിൻ്റെ പവർ സ്വിച്ചാണ്. അതിൻ്റെ പവർ സ്വിച്ച് ഞാൻ റിമൂവ് ചെയ്യുന്നു, അയക്കുന്നു. ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഇത് സെയിം മോഡൽ ഞാൻ വാങ്ങാൻ വേണ്ടി പോയപ്പോൾ സാധനം കിട്ടിയില്ല. അപ്പോൾ നമ്മൾ അത് അയച്ചിട്ട് അതിനകത്ത് ഉള്ള മെക്കാനിസവും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയാണ്. അപ്പോൾ നേരത്തെ അതിൻ്റെ 2 കണക്ഷനും ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ വർക്കിംഗ് ആയി. അപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ആണെന്ന് മനസ്സിലായി. ഈ സ്വിച്ചിന് കംപ്ലൈൻ്റ് ഉണ്ടെന്ന്. ഇത് ഈ പവർ സ്വിച്ച് ഞാൻ അയച്ചതിന് ശേഷം വീണ്ടും അതിനകത്തുള്ള ആ മെക്കാനിസം കൂടി അയച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്.
നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഒരു സ്പ്രിങ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു നമ്മളെ ബോൾ പെന്ന് സ്വിച്ചിനെ പോലെ ഒരു മെക്കാനിസം ചെറിയത്. ഇത് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഈ മെറ്റാലിക് പീസ് ടച്ച് ആവും. അപ്പോൾ നമ്മൾ സ്വിച്ച് നോർമൽ വർക്കാവും. അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് വീണ്ടും അത് നമുക്ക് റിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് റിപ്പയർ ചെയ്യാം. മെക്കാനിസം നിങ്ങൾ നോക്കിക്കോളൂ. ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് അത് പ്രോപ്പർ ആ സ്പ്രിങ്ങും കാര്യമൊക്കെ വെച്ച് അതിനകത്തുള്ള ഇത് അകത്തുനിന്ന് പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കണക്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ സ്വിച്ച് നമ്മൾ റിപ്പയർ ചെയ്തു. അതേപോലെ നമുക്ക് ഇത് പ്രസ്സാവുന്നുണ്ട്. മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ എങ്ങനെയാണ് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ക്യാമറയും ഇതും രണ്ടും ഒന്നിച്ചാകുമ്പോൾ കുറച്ച് അതുപോലെ അതേപോലെ ഇത് ഒരു പ്രഷർ സ്വിച്ചാണ്. ഇത് നമുക്ക് ഇതിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ട്. നേരെ താഴോട്ട് പോയിട്ട് ബക്കറ്റിന് നമ്മുടെ ടാങ്ക് ഉണ്ടല്ലോ അതിനകത്തേക്ക് പോവും. എന്നിട്ട് മരുന്ന് 2 കണക്ഷൻ വരുന്നതാണ് ഇതിൻ്റെ അകത്തുനിന്ന് ഔട്ടിലേക്ക്. നേരെ ഇതിനകത്ത് നിങ്ങൾക്ക് നീങ്ങുന്നത് കാണാം. ഇത് ഞാൻ ഒന്ന് എയർ അങ്ങോട്ട് കൊടുത്തപ്പോഴും പുറത്തേക്ക് എടുക്കുമ്പോഴും വരുന്നതാണ്. എന്നിട്ടാകുമ്പോൾ അത് വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ പൈപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാ കണക്ഷനും കൊടുത്തു. അതിന് കളർ കോഡിങ് പ്രകാരം കണക്ഷൻ കൊടുത്തു. ബോക്സ് അപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഇത് ഈ സ്ഥലത്താണ് നമ്മൾ ആ സ്പ്രിങ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ കമ്പിയുടെ മുകളിലാണ് ഈ മൊത്തം ലോഡും മോട്ടറും കാര്യവും ഒക്കെ നിൽക്കുന്നത്. ആ വാഷിംഗ് മെഷീൻ നമുക്കിപ്പോൾ ഇതൊക്കെ അടച്ച് ഈ പൈപ്പ് ഈ കണക്ഷൻ കൊടുക്കണം. അതേപോലെ കപ്പാസിറ്ററിൻ്റെ കണക്ഷൻ ഇതാണ്. മോട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുക. ആ നേരത്തെ എങ്ങനെയാണോ ഊരിയത് അതുപോലെ എല്ലാം കൊടുക്കുക. വേറെ കൂടുതലൊന്നും വലിയ പണി ഇതിനകത്ത് വേറെ അധികം സാധനങ്ങളൊന്നുമില്ല. ഒരു മോട്ടറുണ്ട്, ഒരു വെൽറ്റ് ഉണ്ട്, കപ്പാസിറ്റർ എല്ലാ മോട്ടറിനും ഇല്ല തന്നെ. അങ്ങനെ അതെല്ലാം ഇത് ചെയ്ത് ഇപ്പോൾ എല്ലാ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇതിൻ്റെ ഒരു മെക്കാനിസമാണത്. അതിനൊക്കെയുള്ള കണക്ഷൻ. ഇത് ഡ്രെയിൻ പ്ലഗ്. ഇതിപ്പോൾ സ്വിച്ച് ഓൺ ഓഫ് എന്നുള്ള സ്വിച്ച് അത് നോക്കാം. ഇതിപ്പോൾ വർക്കിംഗ് ആണ്. ഇത് LED ബൾബൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ വർക്കിംഗ് ആണ്. ഉണ്ടല്ലേ, പിന്നെ ഞാൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ സ്പ്രിങ് ഈ കമ്പിയുടെ മുകളിൽ മൊത്തം ലോഡ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഇത് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ കൂടുതൽ ലോഡ് വാഷിംഗ് മെഷീനിൽ ഇടാനും പാടില്ല. അതേപോലെ തന്നെ അധികം ബലം അതിനോട് കളിക്കാനും പാടില്ല. പിന്നെ കുറച്ച് പഴയതാകുമ്പോൾ അത് പൊട്ടാനും ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഇതിനകത്ത് ഇത്ര മാത്രമേ ഉള്ളൂ സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.